പ്രസ് സ്റ്റോപ്പിലുള്ളത് ലിജോ വർഗീസ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. സേതു പറഞ്ഞതുപോലെ അല്ലെങ്കിൽ സേതു ഇത്രയും നേരം വാർത്തകളിൽ കണ്ടതുപോലെ തന്നെയാണ് പത്രങ്ങളും. അടിയും അതുമായിട്ടുള്ള ബഹളങ്ങളും, ഭയങ്കര ഒരു കല്യാണമൊക്കെ, ഒരു ആളും അനക്കമൊന്നും ഇല്ലായിരുന്ന സ്ഥലത്തേക്ക് വലിയ ബഹളം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞ പോലെയാണ് പത്രങ്ങളിൽ മുഴുവനുള്ളത്. പൊട്ടലും ചീറ്റലും അത്തരത്തിലുള്ള ഹെഡ്ലൈനുകളൊക്കെയുള്ള പത്രമാണ് ഇന്ന്. എല്ലാ പത്രങ്ങളും അങ്ങനെ തന്നെയാണ്. നമുക്ക് മാതൃഭൂമി മുതൽ തുടങ്ങുകയാണെങ്കിൽ കോൺഗ്രസ് പട്ടിക വൈകുന്നു, പൊട്ടലും ചീറ്റലും, അടൂരിനും സുധാകരനും സീറ്റില്ല എന്നാണ് മാതൃഭൂമി ഇന്ന് ഒന്നാമത്തെ പേജിൽ പ്രധാനപ്പെട്ട വാർത്തയെ റിപ്പോർട്ട് ചെയ്യുന്നത്. സുധാകര സമ്മർദ്ദത്തിൽ കോൺഗ്രസ് എന്നാണ്. ഡൽഹിയിൽ മാരത്തൺ ചർച്ചകൾ, 10ാം ദിവസവും തീരുമാനമായില്ല. സ്ഥാനാർത്ഥി പട്ടികയുടെ ചർച്ച തുടങ്ങി 10 ദിവസമായിട്ടും അതിലൊരു തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കോൺഗ്രസ് എന്നാണ് മാതൃഭൂമി ഇന്ന് ഒന്നാമത്തെ പേജിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊന്ന്, മാധ്യമം പത്രത്തിലുള്ള വാർത്ത, സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ലെങ്കിൽ എങ്ങോട്ടും ചാടാനൊരുങ്ങി 3 മുന്നണികളിലെ നേതാക്കൾ എന്നാണ്. പാർട്ടി പോട്ടെ, സീറ്റ് വരട്ടെ എന്നാണ് പല ആളുകളും പറയുന്നതെന്നാണ്. അസാധാരണ സാഹചര്യത്തിൽ വിയർത്ത് മുന്നണികൾ. സുധാകര വാശിയിൽ തട്ടി കോൺഗ്രസ് പട്ടിക. അങ്ങനെ പല സ്ഥലങ്ങളിലും വിമതരായി മത്സരിക്കുന്നു, അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുന്നു, മറ്റു പാർട്ടിയിൽ ചേരുന്നു. അങ്ങനെ പല തരത്തിലുള്ള നീക്കങ്ങൾ പല നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന കാര്യമാണ് മാധ്യമം ഇന്ന് ഒന്നാമത്തെ പേജിൽ പ്രധാനപ്പെട്ടൊരു വാർത്തയായി റിപ്പോർട്ട് ചെയ്യുന്നത്. മംഗളത്തിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് പട്ടികയിൽ അനിശ്ചിതത്വം എന്നാണ് മംഗളം റിപ്പോർട്ട് ചെയ്യുന്നത്. കണ്ണൂർ, കോന്നി, കൊച്ചി തർക്കം തീരുന്നേയില്ല എന്ന് കുട്ടനാട്ടിൽ DCC വൈസ് പ്രസിഡന്റ് അടക്കമുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ടാണ് മംഗളം പത്രത്തിൽ ഇന്ന് ഒന്നാമത്തെ പേജിൽ ആ വാർത്ത ഉള്ളത്. ജനഭൂമിയിലേക്ക് വരുമ്പോൾ കോൺഗ്രസിൽ പൊട്ടിത്തെറി, കൂട്ടരാജി. കുട്ടനാട്ടിൽ വിമത സ്ഥാനാർത്ഥി രംഗത്ത്, സീറ്റ് വിറ്റെന്ന ആരോപണം. സജി ജോസഫ് അവിടെ വിമത സ്ഥാനാർത്ഥിയാവുമെന്നുള്ള വാർത്തയാണ് ജന്മഭൂമി ഒരു പ്രധാനപ്പെട്ട വാർത്തയായി ഇന്ന് ഒന്നാം പേജിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിനൊക്കെ ഘടകവിരുദ്ധമായാണ് വീക്ഷണം പത്രത്തിലെ വാർത്തയുള്ളത്. മാറ്റത്തിനായി കളം നിറഞ്ഞ് പ്രചാരണം ചൂടേറുന്നു. ടീം UDF വൻ വിജയത്തിലേക്ക്. VD സതീശൻ അങ്ങനെ വൻ വിജയത്തിലേക്കെന്ന് VD സതീശൻ. 92 സീറ്റിൽ കോൺഗ്രസ് സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കും. ലീഗിന് 27 സീറ്റ് എന്നാണ് വീക്ഷണം പത്രത്തിലെ പ്രധാനപ്പെട്ട വാർത്ത. നമ്മൾ നേരത്തെ മാധ്യമം പത്രത്തിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. കലഹം മൂത്ത് മുന്നണികൾ. LDFൽ വിമതർ, UDFൽ അസംതൃപ്തർ, BJPയിൽ പടലപ്പിണക്കം എന്നിങ്ങനെ പലയിടത്തും പലതരത്തിലാണ് പ്രശ്നങ്ങളെന്നാണ് കേരള കൗമുദി ഇന്ന് ഒന്നാമത്തെ പേജിൽ പ്രധാനപ്പെട്ട വാർത്തയായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. ദേശാഭിമാനിയിലൊരു വാർത്ത, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിമതപ്പട, കൂട്ടരാജി എന്നുള്ള വാർത്തകളൊക്കെ ഉണ്ടെങ്കിലും ഇതിൽ BJPയുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ് ദേശാഭിമാനി കൊടുത്തിരിക്കുന്നത്. BJPയിൽ നേതാക്കൾ വെയിറ്റിംഗ് ലിസ്റ്റിൽ. കുമ്മനവും ശ്രീധരൻ പിള്ളയും ആദ്യ പട്ടികയിലില്ല. അസംതൃപ്തി പരസ്യമാക്കി MT രമേശ്. BJP ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ മുതിർന്ന നേതാക്കൾക്ക് കടുത്ത അവഗണന എന്നാണ് ദേശാഭിമാനിയിൽ ഇന്ന് ഒന്നാമത്തെ പേജിൽ പ്രധാനപ്പെട്ട വാർത്തയെ റിപ്പോർട്ട് ചെയ്യുന്നത്. ചന്ദ്രികയിൽ അത് കുറെ കൂടി രസകരമായൊരു ഹെഡ്ലൈൻ അതിലുണ്ട്. BJPയിൽ A ക്ലാസ് കലഹം എന്നാണ് ചന്ദ്രിക ഇന്ന് ഒന്നാമത്തെ പേജിൽ തന്നെ. അതൊരു ചെറിയ വാർത്തയാണെങ്കിലും അത്തരത്തിലൊരു രസകരമായ ഹെഡ്ലൈനിലൂടെ ചന്ദ്രിക റിപ്പോർട്ട് ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് വാർത്തകൾ തീരുന്നില്ല, അത്രത്തോളം വാർത്തകളുണ്ട്. പക്ഷെ അപ്പോഴും മറ്റു ചില വാർത്തകൾ കൂടിയുണ്ട്. അത് മനോരമ ഇന്ന് ഒന്നാമത്തെ പേജിൽ പ്രധാനപ്പെട്ട വാർത്തയായി റിപ്പോർട്ട് ചെയ്തത് തുടർ പ്രഹരം. ഇസ്രായേൽ ആക്രമണം, ഇറാൻ ഇന്റലിജൻസ് മന്ത്രിയും കൊല്ലപ്പെട്ടു. ഇറാൻ നേതൃനിരയിൽ 2 ദിവസത്തിനിടെ കൊല്ലപ്പെടുന്ന 3ാമത്തെയാൾ. ബെയ്റൂട്ടിൽ പാർപ്പിട സമുച്ചയത്തിന് ബോംബിട്ടു, 12 മരണം. ഇറാനിലെ വാതകപ്പാടത്ത് ഇസ്രായേൽ ബോംബിട്ട കാര്യം കൂടി പറയുന്നുണ്ട്. ആക്രമിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക പാടം. മുന്നറിയിപ്പിന് പിന്നാലെ സൗദിയിലേക്ക് ഇറാന്റെ മിസൈൽ ആക്രമണം. ഇസ്രായേലിനെ വിമർശിച്ച് ഖത്തർ, UAE, ഒമാൻ. അതായത് ഈ സ്ഥിതിഗതികൾ വലിയ തോതിൽ ലോകത്താകെ വലിയ തരത്തിലുള്ള ഇന്ധന പ്രതിസന്ധി ഉണ്ടാക്കാൻ പോകുന്ന തരത്തിലാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾ എന്നാണ് മനോരമ ഒന്നാമത്തെ പേജിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ തന്നെ സുപ്രഭാതത്തിൽ അതിലെ ഹെഡ്ലൈൻ എരുതിയിൽ എണ്ണക്കുരുക്ക് എന്നാണ്. ഇറാന്റെ എണ്ണ കേന്ദ്രങ്ങൾ ആക്രമിച്ചതോടെ ലോകം കടുത്ത ഇന്ധന പ്രതിസന്ധിയിലേക്ക്. എണ്ണവിലയിൽ 40% വർധനവ്. ഗൾഫ് എണ്ണ വാതക കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് ഇറാന്റെ മുന്നറിയിപ്പ് തുടങ്ങിയ കാര്യങ്ങളാണ്. ഇറാന്റെ ഇന്റലിജൻസ് മന്ത്രി ഖാദിബ് കൊല്ലപ്പെട്ട കാര്യം കൂടി സുപ്രഭാതത്തിൽ ഒന്നാമത്തെ പേജിൽ പ്രധാനപ്പെട്ട വാർത്തയായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 1-2 വാർത്തകൾ കൂടി. അതിലൊന്ന്, മാധ്യമം പത്രത്തിൽ ഇന്ന് ഒരു വാർത്ത കൂടിയുണ്ട്. അത് ശബരിപാത പകുതി ചെലവ് സംസ്ഥാനം വഹിക്കും എന്നാണ്. പദ്ധതി ചെലവായ 3800.9 കോടിയിൽ 1900 കോടി സംസ്ഥാന സർക്കാർ വഹിക്കുമെന്ന് കേന്ദ്രം ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയ കാര്യമാണ്. ശബരിപാതയുമായി ബന്ധപ്പെട്ട് മാധ്യമം ഒരു പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് ഒന്നാം പേജിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു വാർത്ത കേരള കൗമുദിയിലാണ്. കേരള കൗമുദിയിലും
കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. ആ വാർത്ത വയനാടുമായി ബന്ധപ്പെട്ടാണ്. വയനാട് പുനരധിവാസം കേന്ദ്രം 529 കോടി രൂപ നൽകി എന്നാണ്. അത് കടമായാണ് നൽകിയത്. 50 വർഷത്തേക്ക് പലിശയില്ലാത്ത കടം എന്ന നിലയ്ക്ക് 529 കോടി രൂപ നൽകിയെന്നാണ് പുനരധിവാസവുമായി ബന്ധപ്പെട്ട അതിൽ ടൗൺഷിപ്പിന് വേഗത കൂടാൻ കഴിയുന്ന തരത്തിലേക്ക് സാമ്പത്തിക സഹായം ലഭിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം കേരള കൗമുദിയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2 എഡിറ്റോറിയൽ കൂടി നോക്കി നമുക്ക് അവസാനിപ്പിക്കാം. അതിലൊന്ന് മനോരമയുടെ എഡിറ്റോറിയലാണ്. അത് ഇങ്ങനെയാണ്: BLOമാർക്ക് വേതന പീഡനവും എന്നാണ്. ബീഹാറിൽ നൽകുന്ന വേതനം കേരളത്തിലില്ല എന്ന കാര്യമാണ് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ നവംബർ മുതൽ ഫെബ്രുവരി വരെ നീണ്ട സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഓഫീസർമാർക്ക് പ്രതിഫലം 2000 രൂപയായി നിശ്ചയിച്ചതാണ് കടുത്ത പ്രതിഷേധത്തിനിടയാക്കിയിരിക്കുന്നത്. അതായത് പ്രതിദിന വേതനം ഏതാണ്ട് 20 രൂപയിൽ താഴെ മാത്രമാണ്. ബീഹാറിൽ SIR നടപടികൾക്കായി പ്രവർത്തിച്ച BLOമാർക്ക് 6000 രൂപ നൽകിയ സ്ഥാനത്താണ് കേരളത്തിൽ ഇത്രയും കുറഞ്ഞ പ്രതിഫലം നൽകിയത്. ഈ നടപടികൾക്കുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഫണ്ട് വിതരണം സംസ്ഥാനങ്ങൾ വഴിയാണ് നടക്കുന്നതെന്നുകൂടി ആണ് മനോരമ പേജിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. മാതൃഭൂമിയിൽ എഡിറ്റോറിയൽ സ്ത്രീ നീതിയുടെ പ്രകാശനം എന്ന ഒരു എഡിറ്റോറിയൽ കൂടിയുണ്ട്. അതിങ്ങനെയാണ്: മാതൃത്വ അവധി ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ അടിസ്ഥാന മനുഷ്യാവകാശമാണെന്നാണ് ജസ്റ്റിസുമാരായ JB പർദിവാലയുടെയും R മഹാദേവന്റെയും ബെഞ്ച് വിധിച്ചത്. ജോലി ചെയ്യുന്ന സ്ത്രീകൾ കുഞ്ഞിനെ ദത്തെടുക്കുമ്പോൾ 12 ആഴ്ചത്തെ മാതൃത്വ അവധി ലഭിക്കണമെങ്കിൽ കുഞ്ഞിൻ്റെ പ്രായം 3 മാസത്തിൽ കുറവായിരിക്കണമെന്ന 2020 സാമൂഹിക സുരക്ഷാ കോഡിലെ 60 എന്ന വകുപ്പ് റദ്ദാക്കിക്കൊണ്ടാണ് സുപ്രീം കോടതിയുടെ പരാമർശം. അതായത് കുഞ്ഞുങ്ങളെ ദത്തെടുക്കുന്ന അമ്മമാർക്കും മാതൃത്വ അവധി നൽകണമെന്നുള്ള വളരെ സുപ്രധാനമായ ഒരു തീരുമാനം ഇന്നലെ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. അതാണ് ഇന്ന് മാതൃഭൂമി എഡിറ്റോറിയൽ ആക്കിയിരിക്കുന്നത്. എല്ലാ പത്രങ്ങളിലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളാണെങ്കിലും ഇത്തരത്തിലുള്ള ചില വാർത്തകളുണ്ട്. അതുകൊണ്ടാണ് എഡിറ്റോറിയൽ അടക്കം നോക്കി അത്തരം ചില വാർത്തകൾ കൂടി പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിച്ചത്. ഇനി തിരിച്ച് സേതുവിലേക്ക്.